ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ഇഫ്താർ എത്തി. ഇഫ്താറിന്റെ കൂടെ മഴയും എത്തിയായിരുന്നു. ഒരു അടയ്ക്കാകുരു ബേക്കിൽ നിന്ന് എത്തി വലിഞ്ഞ് വീട്ടിൽ കയറാൻ മാക്സിമം നോക്കുന്നുണ്ട്. രാവിലെ എനിക്ക് മുന്നേ കിട്ടിയ ജോലിയാണ് ഈ സവാള അരിയിൽ. കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റൂ. ഇതാണ് നസീഫ് ഇമ്പോർട്ട് ചെയ്ത ഭീമാപ്പള്ളി കുക്ക്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാനും അല്ലമീനും പള്ളിയിലേക്ക് കഞ്ഞിയെടുക്കാനായിട്ട് കഞ്ഞിയെടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് ഇതാ മഴ. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവസ്ഥ. എല്ലാം കൊള്ളായ ഗൈസ്. നമ്മളെ എല്ലാ പ്ലാനും പോയി. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. രണ്ട് ദിവസത്തെ എൻ്റെ പയ്യന്മാരെ കഷ്ടപ്പാടും ഈ ഒരു അവസ്ഥ. കരയാനുമായി ചിരിക്കാനുമായി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടെ. അങ്ങനെ മഴ പെയ്യട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിൽ പോയി കുളിച്ച് വരാമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഫാൻസ് ഇതാ റോഡ് തടഞ്ഞു നിർത്തിയേക്ക്. അവരെയും വീട്ടിൽ കയറ്റണം തോന്നുന്നു. അവർക്കും ടാറ്റ പറഞ്ഞ് തിരിച്ച് കോളേജ് എത്തിയപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. മഴയെല്ലാം പോയി. നമ്മുടെ പരിപാടിക്ക് പ്രത്യേക ക്ഷണം കിട്ടി വന്നവരാണ് ഈ സൂപ്പർ സീനിയേഴ്സ്. ഇതാണ് റൂഫസ്. വളരെ നല്ലൊരു പയ്യനാണ്. അവനെല്ലാവരും ഉടനെ തന്നെ ആ ഒരു ക്ലിക്ക് ആവണം. അടുത്ത ബിഗ് ബോസ് 6 അവൻ വരും. മനസ്സിലാവൂടാ, ഞാൻ റൂഫസിന്റെ അനിയനാണ്. ഞാൻ ഇവന്റെ വാപ്പച്ചിയാണ്. ഇവരിങ്ങനെയാണ്. ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മളുടെ അടുത്തും ജൂനിയറോ സീനിയറോ ഒന്നും ഇല്ലാത്തൊരു ബന്ധമായിരുന്നു. ഇതാണ് വിഷ്ണുവണ്ണൻ, നമ്മുടെ മെക്കിലെ മെയിനാണ്. കറക്റ്റ് ടൈമായപ്പോൾ തന്നെ കോളേജിലെ സീനിയേഴ്സായ താരങ്ങൾ എത്തിയിട്ടുണ്ട്. നൂറ, ഷൈന, സജ്ന ഇവർ ഒറ്റക്കെട്ടാണ്. ഇതാണ് നൂറ. നൂറയുടെ വിചാരം എന്തോ ആണെന്ന്. കളർ ബൾബ് പോലെ തിളങ്ങിക്കുക. അങ്ങനെ ഭാഗ്യത്തിന് നോമ്പ് കുറിക്കുന്ന ടൈമായപ്പോൾ മഴ തോന്നും. പണിയെടുക്കാണ്ടിരിക്കാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാ. പിടിച്ച് കൗണ്ടറിൽ എത്തി. വെച്ച ഫുഡെല്ലാം ബാക്കിയാവും. പിള്ളേർ കാണില്ലെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം ഞെട്ടി. പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴാണ് അടച്ചോൻ കാത്തു തന്നെ പറയാം. പരിപാടി കഴിഞ്ഞ ടൈമിൽ തന്നെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. അടുത്തതിന്റെ വകയായിട്ട് ഉമർ സാർ ഞങ്ങൾക്ക് വലിയൊരു മൊമെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് അടയ്ക്കാകുരു എടുത്ത് വെച്ചേക്കുക. അവളെക്കാട്ടി വലിയൊരു നീളമുണ്ട്. കൂട്ടത്തിലെ മെഹ്റാവൻ നോക്കുന്ന ഗൗരിയാണിത്. കൂട്ട്നാസ് ഫാരി മെഴുകുന്നു. ഇതാണ് ഞങ്ങളുടെ ഉമർ സാർ. ഉമർ സാറാണ് ഞങ്ങളുടെ എല്ലാം. ഇതിൽ കൂടുതൽ ഇനി സാറിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ. ഇഫ്താർ സെറ്റ് ആയിട്ടുണ്ട്. വെള്ളം കുടിച്ചെല്ലാം സെറ്റാണ് ഗൈസ്. പയ്യന്മാർ ആരെയൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വന്നവരും പോണവരും എല്ലാവർക്കും വീഡിയോ തന്നെ കയറണമെന്ന് പറയുന്നുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് കഴിക്കുന്ന ഗംഗയും ഗുരുവാണ് നിങ്ങളെ കാണുന്നത്. ആരും കാണാതെ ബൾക്കോടെ കൊണ്ടുവന്ന് നിൽക്കുന്ന റോഫസ്ക്കായി ഞങ്ങൾ കൈയോടെ തൂക്കി. ഇത് അഷ്കർ, എൻ്റെ അടുത്തൊരു ആരാധകനാണ്. അപ്പോൾ ശരി, ബാക്കി നാളെ.